بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. والشمس وضحاها വചനം 1. വശംസി സൂര്യൻ തന്നെയാണ്, വദുഹാഹ അതിന്റെ ശോഭയും പൂർവാഹ്നവും, സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം. والقمر إذا تلاها വചനം 2. വൽ ഖമരി ചന്ദ്രൻ തന്നെയാണ്, ഇദാ തലാഹ അതതിനോട് തുടർന്നാൽ, അടുത്താൽ. ചന്ദ്രൻ തന്നെയാണ് സത്യം, അതു അതിനെ തുടർന്ന് വരുമ്പോൾ. والنهار إذا جلاها വചനം 3. വന്നഹാരി പകൽ തന്നെയാണ്, ഇദാ ജല്ലാഹ അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ. പകൽ തന്നെയാണ് സത്യം, അതു അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. والليل إذا يغشاها വചനം 4. വല്ലൈലി രാത്രി തന്നെയാണ്, ഇദാ യഗ്ശാഹ അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രി തന്നെയാണ് സത്യം, അതു അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. والسماء وما بناها വചനം 5. വസ്സമായി ആകാശം തന്നെയാണ്, വമ ബനാഹ അതിനെ സ്ഥാപിച്ചതും. ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. والأرض وما طحاها വചനം 6. വൽ അർദ് ഭൂമി തന്നെയാണ്, വമ ത്വഹാഹ അതിനെ പരത്തിയതും. ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. ونفس وما سواها വചനം 7. വനഫ്സിൻ ആത്മാവ് തന്നെയാണ്, വമ സവ്വാഹ അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും. ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം. فألهمها فجورها وتقواها വചനം 8. ഫഅൽഹമഹ എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു, ഫുജൂറഹ അതിന്റെ ദുഷ്ടത, തോന്നിയവാസം, ദുർനടപ്പ്, വതഖ്വാഹ അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും. എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. قد أفلح من زكاها വചനം 9. ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കാഹ അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ. തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു. وقد خاب من دساها വചനം 10. വഖദ് ഖാബ നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ അതിനെ കളങ്കപ്പെടുത്തിയവൻ, അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു. كذبت ثمود بطغواها വചനം 11. കെദ്ദബത് വ്യാജമാക്കി, സമൂദ് ഗോത്രം, ബിതഗ്വാഹ അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം. സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
إذ انبعث أشقاها വചനം 12. ഇതിംബഅസ നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ. അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം. فقال لهم رسول الله ناقة الله وسقياها വചനം 13. ഫഖാല ലഹും അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ദൂതൻ, നാഖത്തല്ലാഹി അല്ലാഹുവിന്റെ ഒട്ടകം, വസുഖയാഹ അതിന്റെ വെള്ളം കുടിയും. അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها വചനം 14. ഫകദ്ദബൂഹു എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം അവരിൽ, റബ്ബുഹും അവരുടെ റബ്ബ്, ബിദംബിഹിം അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല. ولا يخاف عقباها വചനം 15. വലയഖാഫു അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖ്ബാഹ അതിന്റെ അനന്തരഫലം, പര്യവസാനം. അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല. സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അതിനെ തുടർന്നു വരുമ്പോൾ എന്നു പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടിമറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3, 4 വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിന്റെയും കർത്താവായ ആ മഹാശക്തിയെക്കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവന്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8-ാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്തു ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ശക്തിമഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു 2 മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്കു നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ശുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു.
ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ, അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.